സോളോ ലെവലിംഗ് ഒള്ളി എ ലെവലപ്പ് ഒരു കൊറിയൻ ബേസ്ഡ് അനിമയാണ്. അനിമ എന്നതിനെ വിളിക്കാൻ പറ്റില്ലല്ലേ? അല്ല, കുഴപ്പമില്ല. കൊറിയൻ ബേസ്ഡ് അനിമയാണ്. നിങ്ങളൊരു ട്രൂ അനിമെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതല്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു അനിമെ കാണാൻ പറ്റും. കാരണം ഒരു 2 എപ്പിസോഡുകൾ ഇത് റിലീസായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറിയിലൂടെ പോകാൻ പറ്റും. അപ്പം ഇതിലേക്ക് വരും, സോളോ ലെവലിംഗിലേക്ക് വരികയാണെങ്കിൽ 2016 പുറത്തിറങ്ങിയ ഒരു വെബ് നോവലിൻ്റെ ഒരു അനിമേഷൻ പ്രസൻറ്റേഷനാണ് ഈ ഒരു അനിമെ എന്ന് പറയുന്നത്. 2016 മുതൽ 2027 സീരീസ് എന്തോ ആണ് ഈ ഒരു നോവലിന് ഓൾറെഡി ഉള്ളത്. അപ്പം ഈ ഒരു ഫിനാലെ കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഫുൾ എൻഡ് ആയതും കൂടിയാണ് സോളോ ലെവലിങ്ങിൻ്റെത്. അപ്പം ഇതിൻ്റെ ഓൾറെഡി ഒരു റോൾ പ്ലേയിങ് ഗെയിം ഡെവലപ്മെൻറ്റിലുണ്ട് സോളോ ലെവലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൊറിയൻ ഡ്രാമ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് എന്ന് പറയുന്ന ഒരു സ്പിൻ ഓഫും വരുന്നുണ്ട്. അത് 2024 തന്നെ പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു വേൾഡ് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ അവിടെ കുറേ മോൺസ്റ്റേഴ്സ്, അവരെ എന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന കുറേ മോൺസ്റ്റേഴ്സ്, ഹണ്ടേഴ്സ് ഉണ്ട്. ഹ്യൂമൻസിനെയാണ് അവർക്ക് സൂപ്പർ നാച്ചുറൽ പവറുള്ള ഹണ്ടേഴ്സ് ഉണ്ട്. അതിപ്പം ഗ്രേഡുകളുണ്ട്. ഇപ്പം ജെക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സോസറേഴ്സിന് പവറുകൾ അല്ലെങ്കിൽ ഗ്രേഡുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ A B E അങ്ങനെ പറയുന്ന ഓരോ ഗ്രേഡുകളുണ്ട്. അപ്പം സങ് വിങ് ചു എന്ന് പറയുന്ന നായകൻ, നമ്മളുടെ ആ ഒരു നായകൻ ഒരു വലിയ പവറൊന്നും ഇല്ലാത്തൊരു ഹണ്ടറാണ്. അങ്ങനെ അവർ ഒരു വലിയ ഒരു മിഷന് പോകുന്ന സമയത്ത് ഒരു ഡഞ്ചനിനകത്ത് അകപ്പെടുന്നു. ഇവരുടെ എൻ്റെ റൂം കുറേ മർഡർ ചെയ്യപ്പെടുന്നു. അവിടെ വെച്ചിട്ട് ഈ നായകനൊരു പവർ കിട്ടുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഗെയിം പോലെ തന്നെ അവന് എന്ത് പവർ വേണമെങ്കിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ കിട്ടുന്നു. അത് വെച്ചിട്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് സ്റ്റോറി. ഇത് ഞാൻ നോക്കി പറഞ്ഞതാണ്. ഇത് സീരീസിനകത്ത് ഇതുവരെ കാണിച്ചിട്ടില്ല. സീരീസ് 2 എപ്പിസോഡേ കാണിച്ചിട്ടുള്ളൂ. ഒരു അടിപൊളി എൻഡിങ്ങിലാണ് കൊണ്ട് നിർത്തിയിരുന്നത് 2ാമത്തെ എപ്പിസോഡ്. അരമണിക്കൂറുള്ള 2 എപ്പിസോഡ് നമുക്ക് കണ്ടപ്പോൾ തന്നെ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയ ഒരു സീരീസാണ്. ചില സീരീസുകളുണ്ട്. ഇപ്പം വൺ പീസൊക്കെ ഒരു 200-300 എപ്പിസോഡ് കഴിയുമ്പോഴാണ് ഭയങ്കരം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതങ്ങനെയല്ല. ഫസ്റ്റ് സീനിലെ നമുക്ക് ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇത് കൊള്ളാം എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു സാധനം തരാൻ ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. ഓൾറെഡി ഇത് തീർന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറി അറിയാവുന്ന കുറേ ആളുകളുണ്ട്. ഇനി ഈ സ്റ്റോറി നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇത് വെബ് നോവലായിട്ട് കാണും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാങ്ക, അതായത് കൊറിയൻ മാങ്ക വേർഷനും കിടപ്പുണ്ട്, അതും വായിക്കാവുന്നതാണ്. അതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഇതിപ്പോൾ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ അനിമയായിട്ട് കണ്ടവർക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അനിമേഷൻ അടിപൊളി പ്രസൻറ്റേഷനാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ 2 എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നല്ല ബ്ലഡ് ഷെഡ് കാണിക്കുന്നുണ്ട് 2 എപ്പിസോഡിലും. അപ്പം ഒരു 18+ സാധനം തന്നെയാണ്. ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെ പോലും വലുതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ അറ്റാച്ച് ആവാനായിട്ട് നല്ല സമയം എടുക്കും. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ 2 എപ്പിസോഡ് ആയത് എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വലിയ എക്സ്പ്ലോറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ജുജുത്സു കൈസനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ആരൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ മനസ്സിലായി. ഇതിനകത്ത് ഒന്നും പരിപാടി മനസ്സിലായില്ല എന്നുള്ളത്. 2ാമത്തെ എപ്പിസോഡ് ക്ലൈമാക്സ് എന്താണ് സംഭവം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡ് വരുമ്പോഴേ അതിനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെറിയതായിട്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങളൊരു അനിമെ ഫാൻ ആണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സീരീസ് കൂടി അല്ലെങ്കിൽ അനിമെ കൂടി ആയിരിക്കും സോളോ ലെവലിംഗ്.